കണ്ടോ വാഷിംഗ് മെഷീനിൽ തുണി ഇടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. ഇതാ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പം അറിയാം അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലത്തെ വല്ലാത്തൊരു തിരക്ക് പിടിച്ച ദിവസം ഞാൻ ഓർത്തു വാഷിംഗ് മെഷീനിൽ തുണി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടത് കൊണ്ട് നമുക്കുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ, വാഷിംഗ് മെഷീനിൽ തുണി ഇടുന്നതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ വാഷിംഗ് മെഷീൻ നിങ്ങളെങ്ങനെയാണ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാറെന്നൊന്ന് പറയാം കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം രാവിലെ തന്നെ അടുപ്പിൽ തീയൊക്കെ ഇത് ആളി കത്തുന്നുണ്ട്. ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട്. അരി അരച്ച് വെച്ചത് കൊണ്ട് തന്നെ ഭയങ്കര സമാധാനമായിരുന്നു. അപ്പത്തിന് വേറെ ഒന്നും ആലോചിക്കാനില്ല. അങ്ങ് ഇളക്കി ഉപ്പ് ഒഴിച്ച് അങ്ങ് ചുട്ടാൽ മതി കേട്ടോ. പിന്നെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതും ആശ്വാസമായി. കടല വേവിക്കാൻ വേണ്ടിയിട്ട് ലേശം വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലേശം മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഈ അടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് കട എടുക്കുന്നത് എന്താണെന്ന് അറിയാമോ? ചൂട്ട് തറച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചായിട്ട് ചൂട്ട് തറച്ച് വെച്ച ചൂട്ടൊക്കെ തീർന്നു. പിന്നെ അതിനൊരു സമയവും കിട്ടിയില്ല. കഴിഞ്ഞ ഞായറാഴ്ച പിന്നെ അങ്ങനെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു അടുപ്പിൽ തന്നെ നല്ലപോലെ നിറയെ വിറക് വെച്ചിട്ട് അങ്ങോട്ട് കത്തിച്ചു. എന്നിട്ട് ആ കത്തിപ്പിടിച്ച വിറകെടുത്ത് ഇപ്പുറത്തെ അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ ഒരടുപ്പത്ത് ചോറും ഒരടുപ്പത്ത് അപ്പത്തിനുള്ള ദോശക്കല്ലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശ ഒരിടത്ത് ചുടുന്നുണ്ട്. ഇപ്പുറത്ത് കുക്കറിൻ്റെ മുകളിൽ കടല വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം ചുടുന്ന സമയത്ത് തന്നെയാണ് ഇതൊക്കെ നമ്മൾ പണിക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. നമ്മൾ അപ്പം ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ചുട്ട് തന്നെ നിൽക്കുകയൊന്നും ചെയ്യൂല കേട്ടോ. അപ്പം ചുടുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഉള്ളി അരിയും, അല്ലെങ്കിൽ കറി വെക്കാൻ എന്താണോ അത് അരിഞ്ഞു വെക്കും. അതുപോലെ തന്നെ അപ്പം എന്തെങ്കിലും പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടെങ്കിൽ അത് പെറുക്കി കൊണ്ടുപോയി കഴുകും. 2 കഴുകും, വന്ന് വീണ്ടും അപ്പം ചുടും. അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അടിക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം അത് ചെയ്തു. പിന്നെ 6:30 ആകുമ്പോഴത്തേക്കും കുഞ്ഞുണ്ടായി പണിക്ക് പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് അവർ അച്ഛനും മോനും കൂടി ശരണം വിളിക്കുകയൊക്കെ ചെയ്തു. ശരണം വിളിച്ച സമയത്തൊന്നും ഞാൻ പോയി അവരുടെ കൂടെ പ്രാർത്ഥിച്ചു. അവർ കർപ്പൂരമൊക്കെ കത്തിച്ചപ്പോൾ തൊഴുതു പോകുന്നല്ലാതെ വീഡിയോ പിടിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അവർ വെറുതെ ഒന്ന് പിടിച്ച് വെച്ചെന്നുള്ളൂ. പിന്നെ കടല ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടല കറി ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ അപ്പത്തിൻ്റെ ചട്ടി ഇറക്കുമ്പോഴത്തേക്കും ഞാൻ കടലക്കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ സ്വാമിമാരാണല്ലോ. അപ്പം മോന് ഈ മീൻ ഇറച്ചി നിർബന്ധമുള്ള ആളാണ് കേട്ടോ. അവനത് ഉണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കുന്ന ഒരു സുഖമുള്ളൂ. അപ്പോൾ അവനെ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, കറിയുണ്ട്, കടലക്കറി ഉണ്ട്. പിന്നെ സോയാബീൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫ്രൈ ആക്കാമെന്ന് ചോദിച്ച് വെള്ളത്തിലിട്ട് വെച്ചു. അതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ പെറുക്കി കൊണ്ടുപോയിട്ട് പുറത്താണ് നമുക്ക് പാത്രം കഴുകാനുള്ള സൗകര്യം കേട്ടോ. അപ്പോൾ പാത്രം കഴുകാമെന്ന് ഓർത്തു. പാത്രമൊക്കെ കഴുകി വെച്ചു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു തിരക്ക് പിടിച്ച സമയമാണ് കേട്ടോ രാവിലെ എന്ന് പറഞ്ഞാൽ. തിരക്ക് പിടിച്ചതെന്ന് പറഞ്ഞാൽ പോരാ കേട്ടോ. മക്കളൊക്കെ ഒന്ന് എഴുന്നേറ്റ് റെഡി ആവണമെങ്കിൽ തന്നെ നമ്മൾ 1000 വട്ടം അവരോട് ഒച്ചയിടണം കേട്ടോ. പല്ലിയേക്ക് കുളുക്കി എടുക്ക് പെറുക്ക് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ ചമ്മന്തി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സോയാബീൻ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പൊതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ആയി. അത് ഞാൻ അരിഞ്ഞ്, അത് അത്യാവശ്യം വലിയ സോയാബീൻ എന്നിട്ട്. അപ്പോൾ പിന്നെ അത് കട്ട് ചെയ്തിട്ട് ഞാൻ മസാലയൊക്കെ പുരട്ടിയിട്ട് ഞാൻ സോയാബീൻ വേവിച്ചത് കേട്ടോ. സോയാബീൻ വേവിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാറുണ്ട്. നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നൊന്ന് പറയണേ. അതായത് സോയാബീൻ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു കുക്കറിലേക്ക് ഇടും കേട്ടോ. മറ്റേ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കല്ലേ, കുറച്ച് അത്യാവശ്യം വെളിച്ചെണ്ണ വേണ്ടി വരും കേട്ടോ ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ കുക്കറിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ സോയാബീൻ അതിനകത്ത് ഇട്ടിട്ട് ഒരല്പം കുറച്ച് വെള്ളം, ഒരു ലേശം വെള്ളം, ഒന്ന് അടി പിടിക്കാത്ത രീതിയിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക കേട്ടോ. കുറച്ച് വെള്ളം ആക്കാവുള്ളേ. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റിലിങ്ങനെ ഇതായി കിട്ടും കേട്ടോ. എനിക്ക് സംഭവം അത് എനിക്കിഷ്ടമാണ്. അല്ലാതെ എനിക്ക് സോയാബീൻ ഇഷ്ടമല്ല. പക്ഷേ ഇന്ന് ഞാൻ സോയാബീൻ അടുപ്പത്ത് വെച്ചിട്ടാണ് അലക്കാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ ബാക്കി എന്താണ് വരുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിൽ എനിക്ക് താഴത്തെ വീട്ടിൽ നിന്ന് ഉണ്ട് കേട്ടോ. പക്ഷേ താഴെ നമ്മളെ വയലിലെ വെള്ളം ആയതുകൊണ്ട് ഭയങ്കര കലക്കമായിരിക്കും. അപ്പം എനിക്ക് ഈ വാഷിംഗ് മെഷീനിലിട്ട് തുണി അലക്കുന്നതേ ഇഷ്ടമല്ല കേട്ടോ. എന്നെ എത്രയോ വഴക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ തുണി ഇങ്ങനെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കിക്കൂടെ നിനക്ക്, എന്തിനാ ഈ കല്ലുമ്മിലിട്ട് അലക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എത്രയോ വഴക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എന്തോ തൃപ്തിയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ അലക്കിക്കൊണ്ടേയിരുന്നു എന്നും. പിന്നെ കമ്പിളി പുതപ്പും ഭാരമുള്ള പുതപ്പുകളും ബെഡ്ഷീറ്റൊക്കെ ഞാൻ അതിനകത്ത് ഇടാറുമുണ്ട് കേട്ടോ.
അപ്പം പിന്നെ താഴെ നമുക്ക് തോടും സൗകര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇവിടെ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വെള്ളം നല്ല വെള്ളമാണ് കേട്ടോ. അപ്പം നമുക്ക് താഴത്തെ പോലത്തെ ഒരു ബുദ്ധിമുട്ടില്ല. താഴെ ആ വെള്ളം വാഷിംഗ് മെഷീനിൽ വന്ന് വീഴുന്ന വെള്ളം തുണിയിലേക്ക് വീഴുന്ന ഭാഗം മുഴുവൻ ഒരു ചളി പിടിക്കും. ഇവിടെ പിന്നെ അതില്ല കേട്ടോ. അത് കാരണം നമുക്ക് സമാധാനമാണ്, ധൈര്യമായിട്ടും തുണി ഇടാം. അപ്പം ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ തുണി ഇടുമ്പം വാഷിംഗ് മെഷീനിലേക്ക് തുണി ഇടുന്നത് മുഴുവനും ഓരോരുത്തരത് സെപ്പറേറ്റ് ചെയ്തായിട്ട് ഇടാറ്. അതായത് കുട്ടികളുടെയൊക്കെ ഒരുമിച്ചിടും, പിന്നെ ഞങ്ങളത് തന്നെ വേറെ വേറെ അങ്ങനെയാണ് ഇടാറുള്ളത്. പണിക്കിടുന്ന ഡ്രസ്സുകൾ, പണിമുണ്ടും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൊടി ഉണ്ടാവും, അപ്പോൾ അത് വേറെ ഇടും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പണി തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ വേറെ വേറെ ആക്കി ഇടണം, ഒലുമ്പണം. പിന്നെ ഒരു കാര്യം ചെയ്യാമെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ട് ഈ കുട്ടികളുടെ ഉടുപ്പൊക്കെ ഞാനിത് വാഷിംഗ് മെഷീനിൽ അലക്കിയതായിരുന്നു കേട്ടോ. അലക്കിയിട്ട് എന്ത് ചെയ്തതാണെന്നറിയോ, എടുത്ത് നമ്മൾ പുറത്തെടുത്തിട്ട് നല്ലപോലെ വെള്ളത്തിൽ ഒലുമ്പണം. ഇപ്പം ഞാൻ ഒലുമ്പിയ തുണികളെല്ലാം വാഷിംഗ് മെഷീനിൽ അലക്കിയ കുട്ടികളുടെ ഉടുപ്പാണ് കേട്ടോ. അത് ഞാൻ പുറത്തെടുത്തിട്ട് നല്ലപോലെ ഒലുമ്പും. ശരിക്കും അതിനകത്ത് ഒരുപാട് പൊടികളുണ്ടാവും കേട്ടോ. ഈ ഒരുപാട് തുണികൾ കൂടി കിടന്നിട്ടല്ലേ ഈ അലക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും അത് സെപ്പറേറ്റ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഒലുമ്പി എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഈ അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, ഞങ്ങൾക്ക് വീട്ടിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. കൊടുവിനും ആദിക്കും എനിക്കൊക്കെ അലർജീൻ്റെ ആൾക്കാരാണ്. പക്ഷേ ഈ തുണി മടക്കുന്ന സമയത്ത് മാത്രം തുമ്മലും കാര്യങ്ങളൊന്നും വരാറില്ല. കാരണം ഉണ്ടല്ലോ, നമ്മൾ ഈ തുണി ശരിക്കും വാഷിംഗ് മെഷീനിലിട്ട് അലക്കി കഴിഞ്ഞിട്ട് ഉണങ്ങി മടക്കുന്ന നേരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഭയങ്കരമായിട്ട് പൊടി ഇങ്ങനെ പാറും ആ തുണി ഇളകുമ്പോൾ. അതെന്താണെന്ന് വെച്ചാൽ ഈ തുണികളെല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് ഇങ്ങനെ കറങ്ങുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്, ഈ തുണി നമ്മൾ വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം, നല്ലപോലെ വെള്ളത്തിലൊന്ന് ഒലുമ്പിയാൽ മതി. നല്ലപോലെ ഒലുമ്പിയതിന് ശേഷം വീണ്ടും അത് മെഷീനിലിട്ടിട്ട് ഉണക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒലുമ്പിയ തുണികളെല്ലാം പുറത്ത് കൊണ്ടുപോയി കഴുകിയ തുണികളെല്ലാം മെഷീനിലിട്ടിട്ട് ഉണക്കി. ഇതൊക്കെ പണിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ഇത് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടാവില്ല. പിന്നെ ഇത് അതിനകത്തിട്ടിട്ട് പിന്നെയും പുറത്തെടുത്ത് ഒലുമ്പുകയാണല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് അലക്കുന്ന തുണികൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അലക്കി നല്ലപോലെ ഒലുമ്പിയതിന് ശേഷം മെഷീനിലിട്ടിട്ട് ഉണക്കും. അല്ല, മെഷീനിലിട്ട് അലക്കുന്ന തുണി അതുപോലെ തന്നെ എടുത്തിട്ട് പുറത്തുനിന്ന് നല്ലപോലെ ഒലുമ്പി മെഷീനിലിട്ട് അലക്കും. അപ്പോൾ തുണികൾക്ക് നല്ലൊരു ഫ്രഷ്നെസ്സാണ് കേട്ടോ. നമ്മൾ ഈ നല്ലപോലെ ഒലുമ്പി വിരിച്ചിട്ടിട്ട് ഉണങ്ങുന്ന തുണീൻ്റെ ഒരു സുഖം കിട്ടൂല എന്ന് എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് കേട്ടിട്ട് എന്നെ പൊങ്കാല ഇടാൻ വരരുതേ. അപ്പം എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു. നമ്മൾ നല്ലപോലെ ഒന്ന് തുണി നല്ല വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ ആ തുണിക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീൻ നിങ്ങളെല്ലാവരും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരായിരിക്കും. ആണെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യാറ് എന്നൊന്ന് പറയണം കേട്ടോ. അല്ല, എനിക്ക് തോന്നുന്ന പോലെ നിങ്ങൾക്കും തോന്നാറുണ്ടോയെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, എനിക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ എന്നറിയാൻ. എന്നെ എപ്പോഴും വീട്ടിൽ വഴക്ക് പറയുന്ന കാര്യം, നിങ്ങൾക്ക് അത് ഉണ്ടായിട്ട് ഇത്രയും സമയമില്ലാത്ത സമയത്ത് കിടന്ന് ചാവണോ അങ്ങനെ ഇങ്ങനെയാ, എന്തിനാ കിടന്നിട്ട് ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. പക്ഷേ ഓരോ മനുഷ്യനും ഓരോ രീതിയിലല്ലേ, എന്ത് ചെയ്യാൻ പറ്റും. പരമാവധി ഇപ്പോൾ പല കാര്യങ്ങളിലും മാറ്റം വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പം മാറ്റം വരുത്തിയേ പറ്റൂ. അപ്പോൾ ചില മാറ്റങ്ങൾ നമ്മളെ സ്വഭാവത്തിലൊക്കെ നമ്മൾ വരുത്തണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പം കമ്പിളിപ്പുതപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പം ഇങ്ങനെ ഇത് അലക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഗുഡുവിനെ കുളിപ്പിക്കാനുണ്ട്. അപ്പോഴത്തേക്കും ചായയും കടിയും ചോറും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ കുടിച്ചിട്ടൊന്നുമില്ല, ചായ കുടിച്ചിട്ടില്ല. ഇതൊക്കെ തിരക്കിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ഇരുന്ന് ചായ കുടിക്കാൻ കേട്ടോ. അപ്പം മോനും വന്നു, തുണിയൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ മോനും കൂടി തന്നു കേട്ടോ. നോക്ക്, കഴിഞ്ഞ ദിവസം പുല്ലൊക്കെ ഒരുമാതിരിയൊക്കെ വെട്ടിയതായിരുന്നു കേട്ടോ. വീണ്ടും മുറ്റത്ത് മുഴുവൻ പുല്ലായിട്ടുണ്ട്. അങ്ങനെ കുടുവിനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു, തുണി വിരിച്ചിട്ട് മുഴുവൻ ആവാതെ തന്നെ കുടുവിനെ കുളിപ്പിക്കാൻ പോയി. കുളി കഴിഞ്ഞ് മിടുക്കനായിട്ട് കുടു വന്നിട്ടുണ്ട് കേട്ടോ. കുളിക്കാൻ പോകുമ്പോൾ കുടുവിന് കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുളി കഴിഞ്ഞ് വന്നപ്പം ഉഷാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു ഇണക്കമൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, താഴേക്ക് പോകുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനെ ഭീഷണിപ്പെടുത്തി നിർത്തിയതാണേ. ഞാൻ പറഞ്ഞു, ചായ കുടിക്കാതെ അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവനെ എടുക്കാൻ താഴോട്ട് പോകണം. അപ്പോൾ എനിക്ക് അതിനുള്ള സമയമില്ല. ഞാൻ പറഞ്ഞു, ചായ കുടി കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു കുട്ടി അനങ്ങരുത്, ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാണ് കേട്ടോ. അടുക്കത്ത് വെച്ചിട്ട് അലക്കാൻ പോയി. അലക്കി കഴിഞ്ഞു വന്നേരം ഇതിന്റെ ഓർമ്മ തന്നെ. അല്ലെങ്കിൽ ഇത് പാകത്തിനായി ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. ഇതിപ്പോ തന്നെ പാകത്തിന് നിൽക്കും. സോയാബീൻ വേണ്ട.
ഉറപ്പുണ്ടോ? അപ്പോ കുടുവിന്റെ പാത്രം തേറ്റമ്മ. ഇന്ന് കുടുവിന്റെ പാത്രം നമുക്ക് തിന്നലേക്ക് കുഞ്ഞ് പിടിക്കാമ്മ. വേറെ പാത്രം എടുക്കട്ടെ. ഇറക്ക്. അവിടുന്ന് കൊടുത്തിട്ട് വേമ. അയ്യോ കുഞ്ഞമ്മ ചായചെരുവ് കൊണ്ടുവന്നില്ല. ആദിക്കുട്ടാ വാ. ഇവിടെ ഇല്ല. അലമാരയിലാതി അലമാരിയില് ഞാനേ മക്കാടിന്റെ അച്ഛൻ പോയി. ഈ ഒരു കഴിക്കലാണ് കേട്ടോ ആകപ്പാടുള്ളൊരു സമാധാനം. ഇരുന്ന് അങ്ങോട്ട് ചായ കുടിക്കും, എന്നിട്ട് പിന്നെ ഒരു ഓട്ടമാണ്. വയറ് നിറച്ച് തിന്നാലേ മസിലുണ്ടാവുള്ളൂ. ഇത് മതി. നീ പോയിക്കോട്ടോ. കൂട് കൊറേ നേരത്തെ ചോദിച്ചാട്ടോ പോട്ടെ താഴത്തേക്ക്. ഞാൻ ചായ കുടിക്കാതെ ഇവിടുന്ന് ഇറങ്ങി അടി ഇട്ടെന്ന് പറഞ്ഞിട്ട് കൂട് നിന്ന് കഴിഞ്ഞു. അപ്പൊ ഇത് കൂട് ചായ ഒക്കെ കുടിച്ച് അപ്പൊക്കെ തിന്ന് ഇനി കൂട് പോട്ടേന്ന് ചോദിച്ചതാട്ടോ. കൂട് കാറ്റുണ്ടാവൂലേ? ഞങ്ങള് മാറ്റിട്ട് വരാട്ടോ. കാറ്റ് നിക്കണം. ഞങ്ങള് ചായ ഒക്കെ കുടിച്ച് മാറ്റിട്ട് വരേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ചായ കുടിക്കാനിരുന്നത് കേട്ടോ. കുടുവിനെ പിന്നെ വേഗം തീറ്റിച്ച് അവന് നല്ലപോലെ അപ്പം ഒരപ്പമൊക്കെ തിന്നായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ പോയി. ഞങ്ങൾ പിന്നെ ബാക്കിയായി. ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു. ആ ഇരുത്തത്തിനൊരു സുഖമുണ്ട് കേട്ടോ, രാവിലത്തെ ചായ കുടിച്ചിട്ടുള്ള ഇരുത്തത്തിന്. എൻ്റെ അമ്മോ. പിന്നെയാണ് ചോറ് പാത്രത്തിലാക്കിയില്ലല്ലോ എന്ന് ഓർമ്മ വരുന്നത്. പിന്നെ ഓടിപ്പോയി മോനുള്ള ചോറ് ആദ്യം പാത്രത്തിലാക്കി. അവന് ചോറ് കൊണ്ടുപോകാറാണ് ഇപ്പോൾ സമയമായതുകൊണ്ട്. അവന് ചോറ് പാത്രത്തിലാക്കി കൊടുത്തു. പിന്നെ എനിക്കുള്ള ചോറാക്കണം, വെള്ളമാക്കണം. അതൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ എല്ലാം ആക്കി. അലക്കിയ തുണികളെല്ലാം അതാ മുറ്റത്തൂടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പോകാനിറങ്ങി. ആദ്യകൂട്ടൻ അപ്പോഴത്തേക്കും ചായ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യകൂട്ടൻ ഇറങ്ങി ഓടിയിട്ടുണ്ട്. ഞാൻ താഴത്ത് നിൽക്കാമേന്ന് പറഞ്ഞ് ആദ്യകൂട്ടൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ ജോലിക്ക് പോണ അമ്മമാരെല്ലാവരും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. രാവിലെ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റിടം തൊട്ടിട്ട് പോകുന്നോടം ചിലപ്പം ജോലിക്ക് പോയി ചെന്ന് അവിടെ ഇരിക്കുമ്പോഴൊരു സുഖം ഉണ്ടാവുള്ളൂ കേട്ടോ. നേരം വൈകി ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ നേരത്തെ ഇനി ഞങ്ങൾ നേരം വൈകി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്ന കൂടെ ഒരു ലൈക്കും കൂടെ തരണം കേട്ടോ. ഇതാദ്യം പറയേണ്ടതായിരുന്നു, അവസാനം പറയുമ്പോൾ ആരൊക്കെ അവസാനം കാണുന്നുണ്ടെന്ന് അറിയില്ല. കാണുന്നവർ പ്ലീസ്